വധശിക്ഷ കേട്ട ശേഷവും കൂസലില്ലാതെ ചിത്രം വരച്ചിരിക്കുന്ന ഗ്രീഷ്മയെ കണ്ട് ജയിൽ ഉദ്യോഗസ്ഥർക്കും അമ്പരപ്പാണ്. അഭിഭാഷകരടക്കം ആരും ഇന്നലെ ഗ്രീഷ്മയെ കാണാൻ എത്തിയില്ല എന്ന് ജയിൽ അധികൃതർ പറഞ്ഞു. അത് വേറെ കോടതിയിൽ പോവോ ഏതാന്ന് വെച്ചാൽ അത് ചെയ്തോട്ടെ. ഞാൻ അതിന്റെ ലീഗൽ ഒപ്പീനിയനാണ് പറഞ്ഞത്. അത് ആൾക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ലീഗൽ ഒപ്പീനിയൻ പറയാൻ പറ്റും. ഷാരോൺ വധക്കേസിൽ വിധി വന്നതിന് ശേഷം കുറെ ആൾക്കാർ ആ വിധിയെ അനുകൂലിക്കുന്നവരുണ്ടായിരുന്നു, കുറെ ആൾക്കാർ ആ വിധിയെ അനുകൂലിക്കാത്തവരുമുണ്ട്. പക്ഷെ മെജോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ ആ വിധിയെ എല്ലാവരും അനുകൂലിക്കുന്നുണ്ട്. വളരെ കുറച്ച് ആൾക്കാരാണ് പറയണത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കാനായിട്ട് പാടില്ലായിരുന്നു, പകരം ജീവപര്യന്തം കൊടുത്താൽ മതിയായിരുന്നു. കാര്യം അതിനുള്ള വകുപ്പുകൾ മാത്രമേ ഉള്ളായിരുന്നു എന്നാണ് കുറെ ആൾക്കാർ വാദിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു വ്യക്തിയാണ് റിട്ടയർഡ് ജസ്റ്റിസ് കെമാൽ പാഷ. പുള്ളി വന്നിരുന്ന് ഈ പറയുന്ന ഗ്രീഷ്മയെ വളരെ ഗ്ലോറിഫൈ ചെയ്തുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ സംസാരിച്ചത്. അതായത് എല്ലാ തെറ്റുകളും ചെയ്തത് ഷാരോണാണ്, ഷാരോണിനെ ഒരു കുറ്റക്കാരനാക്കി എന്നുള്ള രീതിയിലായിരുന്നു പുള്ളിക്കാരന്റെ സംസാരം. നമ്മൾ എന്തായാലും ആ ഒരു വിഷയത്തിൽ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തതാണ്. ഇപ്പൊ ഏതായാലും കുറച്ചു മുന്നേ വേറൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ജയിലിനുള്ളിൽ ഗ്രീഷ്മ ചിത്രങ്ങൾ വരച്ച് കളിക്കുകയാണെന്നും പിന്നെ നേരത്തെ തടവുകാരുമായിട്ടൊക്കെ ഓൾറെഡി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതിന്റെ പേരിലും ഗ്രീഷ്മ ഓൾറെഡി വേറൊരു സെല്ലിലാണ് കിടക്കുന്നത്. അത് മാത്രമല്ല അപ്പീൽ പോകാൻ ചാൻസ് ഉള്ളവർക്കും പ്രത്യേകിച്ച് വേറെ സെല്ലിലായിരിക്കും കിടക്കുന്നത്. ഇപ്പൊ ഗ്രീഷ്മയുടെ കേസിൽ അപ്പോൾ അപ്പീൽ പോകാനായിട്ട് നല്ല ചാൻസസ് ഉണ്ട്. കാര്യം ഈ വധശിക്ഷ നമുക്കറിയാം ഇത് നടപ്പാക്കാൻ പോകുന്നില്ല. ഇത് എങ്ങനെ പോയാലും ഹൈക്കോടതിയിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ ഒരു സാധനം മാറും. ഈ വധശിക്ഷ എന്നുള്ളത് ജീവപര്യന്തമുള്ള രീതിയിലോട്ടൊക്കെ പോകും. അപ്പോൾ അത് പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ ജീവപര്യന്തമായാലും എങ്ങനെ പോയാലും ഒരു 20 വർഷം കഴിയാതെ ഈ ഗ്രീഷ്മ ഇനി പുറലോകം കാണത്തില്ല എന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം കെമാൽ പാഷ ഉൾപ്പെടെ വന്നിട്ടുണ്ട്, പുള്ളിക്കാരൻ്റെ ഭാഗത്തെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഗ്രീഷ്മയുടെ ജയിലിലുള്ള വാർത്തയൊന്ന് കേൾക്കാം. ഗ്രീഷ്മ ജയിലിൽ 1/2025 ഗ്രീഷ്മയുടെ നമ്പർ. ജയിലിലെ 14-ാം ബ്ലോക്കിൽ 11-ാം നമ്പർ സെല്ലിൽ 2 റിമാൻഡ് പ്രതികൾക്കൊപ്പമാണ് ഗ്രീഷ്മയെ പാർപ്പിച്ചിരിക്കുന്നത്. വിചാരണക്കാലത്തും ഗ്രീഷ്മയെ ഇതേ സെല്ലിൽ തന്നെയായിരുന്നു പാർപ്പിച്ചിരുന്നത്. എന്നാൽ സഹതടവുകാരുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ മാവേലിക്കര വനിതാ സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. വധശിക്ഷ കേട്ട ശേഷവും കൂസലില്ലാതെ ചിത്രം വരച്ചിരിക്കുന്ന ഗ്രീഷ്മയെ കണ്ട് ജയിൽ ഉദ്യോഗസ്ഥർക്കും അമ്പരപ്പാണ്. അഭിഭാഷകരടക്കം ആരും ഇന്നലെ ഗ്രീഷ്മയെ കാണാൻ എത്തിയില്ല എന്ന് ജയിൽ അധികൃതർ പറഞ്ഞു. എന്തായാലും സമ്മതിച്ചു കൊടുക്കണം കേട്ടോ, ഈ വധശിക്ഷ കേട്ടതിന് ശേഷവും യാതൊരു വിധ ചലനവും ഇല്ല. ഓരോരുത്തരൊക്കെ ആണെങ്കിൽ കുഴഞ്ഞു വീണാനെ. ഇവിടെ ബോച്ചയുടെ ഒക്കെ കേസിൽ 1-2 ദിവസം അകത്തുപോയി കിടക്കുന്ന കാര്യത്തിൽ ബോച്ചയ്ക്ക് ജാമ്യം കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോച്ച കുഴഞ്ഞങ്ങ് തറയെ വീണേ. പക്ഷെ ഗ്രീഷ്മയെ സംബന്ധിച്ച് വധശിക്ഷ കേട്ടിട്ട് പോലും ചലിക്കുന്നില്ല. എന്തായാലും അവളുടെ മനസ്സൊരു അപാരം തന്നെ കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമുള്ള ഒരു പെണ്ണിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. വധശിക്ഷയ്ക്ക് വിധിക്കുന്നവരെ പ്രത്യേക സെല്ലിൽ പാർപ്പിക്കണമെന്നാണ് ചട്ടമെങ്കിലും അപ്പീൽ സാഹചര്യം ഉള്ളതുകൊണ്ടാണ് പ്രത്യേക സെല്ലിലേക്ക് ഗ്രീഷ്മയെ മാറ്റാത്തത്. കോടതി ശിക്ഷ വിധിച്ചതിനാൽ ഇനി ജയിലിലെ ജോലികൾ ഗ്രീഷ്മയ്ക്ക് ചെയ്യേണ്ടി വരും. ഭക്ഷണപ്പുരയിലോ പാവയോ കരകൗശല വസ്തുക്കളോ നിർമ്മിക്കുന്നിടത്തോ തയ്യൽ യൂണിറ്റിലോ ആയിരിക്കും ഗ്രീഷ്മയുടെ ജോലി. ഗ്രീഷ്മയുടെ താൽപര്യം കൂടി ആരാഞ്ഞ ശേഷമായിരിക്കും ജോലിക്ക് നിയോഗിക്കുക. തൽക്കാലം കുറച്ചു ദിവസത്തേക്ക് ഗ്രീഷ്മയ്ക്ക് ജോലി നൽകില്ല എന്നാണ് വിവരം. സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന പരിഗണനകൾ ഗ്രീഷ്മയ്ക്ക് ജയിലിനുള്ളിൽ ലഭിക്കുമെങ്കിലും ഇവർക്ക് മറ്റു പ്രതികളെക്കാൾ കൂടുതൽ നിരീക്ഷണമുണ്ടാകും. അപ്പോൾ ഇതാണ് ജയിലിനുള്ളിലെ കാര്യം. ചിത്രങ്ങളൊക്കെ വരച്ച് കളിക്കുവാണ്. ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ജയിലിലെ തടവുകാർ തന്നെ ഇവർക്കെതിരെ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പുറത്ത് കാണിക്കുന്ന സ്വഭാവം എന്തായാലും അകത്ത് ചെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ അത് നടക്കുന്ന പരിപാടിയല്ല, അറിയാമല്ലേ. കാര്യം ജയിലിൽ ചെന്ന് നമ്മൾ തോന്നുന്ന കണക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന കാര്യം നടക്കുന്നതല്ല. അതിൻ്റെതായിട്ടുള്ള ചിട്ടകളും കാര്യങ്ങളും ഉണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കാര്യത്തിലേക്ക് പോവാം. ജസ്റ്റിസ് കെമാൽ പാഷയുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചതെന്ന്, പ്രത്യേകിച്ച് ചാനൽ ചർച്ചയിലേക്ക് വന്നിരുന്നിട്ട് ഗ്രീഷ്മയെ ഗ്ലോറിഫൈ ചെയ്തായിരുന്നു സംസാരിക്കുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് പുള്ളിക്കാരൻ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് കണ്ടു നോക്കാം. അതുകൊണ്ടായിരിക്കും എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും അങ്ങനെ പ്രതിഷേധിക്കുന്നുണ്ട്. എന്തിനായി പ്രതിഷേധിക്കുന്നത് ഒന്ന് ചിന്തിക്കണ്ടേ? ഞാൻ എന്ത് കുഴപ്പം ചെയ്തിട്ടാണ്? എൻ്റെ അടുത്ത് ചാനലുകാർ ചോദിച്ചു ഇതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ, ഇതെന്താണ്, ഇത് റയറസ്റ്റ് അവൻ റയറാവൂന്ന് ചോദിച്ചു. ഞാനതില്ല എന്ന് പറഞ്ഞു. അത് ശരിയാണ്, അത് എൻ്റെ റീസണിങ് ഞാനത് പറഞ്ഞു കൊടുത്തു. അതല്ലാതെ ഞാൻ ആ പെൺകുട്ടി നല്ല കാര്യം ചെയ്തെന്നോ അതിനെ വെറുതെ വിടണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. അതിന് കഠിനമായ ശിക്ഷ കൊടുക്കണം, അത് അഭിപ്രായക്കാരന് തന്നെ അതേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ അതിന് കൊലക്കയറ് കൊടുക്കണോ വിധിക്കണോ വേണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അത് എൻ്റെ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് അതിന് കിട്ടിയതില്ലാതാവും. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് അതിന് കിട്ടിയതില്ലാതാവത്തില്ല. പക്ഷേ പറയുന്നതിന് ഒരു രീതിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളി സംസാരിച്ച രീതി എന്തുവായിരുന്നു, ഭയങ്കര, അതായത് അവളെല്ലാം മോളെയെന്നും കൊച്ചെന്നും കുട്ടിയെന്നും ഒക്കെ വിളിക്കുന്ന രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല.
പകരം ഷാരോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഷാരോണിനെ പറ്റിയിട്ട് നിങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് അവൻ എന്തിനാണ് അങ്ങോട്ട് പോയത്? അവൻ തൊഴുവാനൊന്നും അല്ലല്ലോ പോയത്. അവൻ പിന്തുടർന്ന് അവളെ ശല്യം ചെയ്യുമായിരുന്നു. അപ്പോഴാണ് അവൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്. അതായത് അവൾ വെറും കൊച്ചുകുട്ടി, 10-22 വയസ്സേ ഉള്ളൂ. അവൾ വളരെ ഇമ്മച്ചുവർ ആയിട്ട് പെരുമാറുന്നത്. ഇങ്ങനെയായിരുന്നു നിങ്ങൾ സംസാരിച്ചത്. അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഒരു മനുഷ്യരും ഇത് അംഗീകരിക്കത്തില്ല. കാര്യം ഇവളെ പോലെ ഇത്രയും ബ്രൂട്ടലി ഒരാളെ കൊന്നിട്ട് അവളെ എങ്ങനെ നമുക്ക് ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റും? ഒരു കാരണവശാലും മേ ബി നിങ്ങൾ പറഞ്ഞത് നിയമവശങ്ങളായിരിക്കാം, അതിൻ്റെ അങ്ങനെയൊക്കെയുള്ള ചാൻസസ് കാണുമായിരിക്കാം. പക്ഷേ എന്ന് പറഞ്ഞിട്ട് അവളെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെ അവളെ ഒരു കുട്ടിയെന്ന് വിളിക്കുന്നു. അവൾക്ക് പ്രായത്തിന്റെ പക്വത എന്ന് പറയുന്നു. ഈ പറയുന്ന ഷാരൂണിന് എന്തോ വയസ്സുണ്ട്? അങ്ങനെ ഉണ്ടെങ്കിൽ ഷാരൂണിന് 10-35 വയസ്സുണ്ടോ? ഇല്ലല്ലോ, ഷാരൂണിന് ഏകദേശം ഈ പ്രായമൊക്കെ അല്ല ഉള്ളോ. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ആരും അംഗീകരിക്കത്തില്ല സാർ, അത് ആദ്യമേ മനസ്സിലാക്കുക. ഇല്ലല്ലോ, അത് വേറെ കോടതിയിൽ പോവോ ഏതാന്ന് വെച്ചാൽ അത് ചെയ്തോട്ടെ. ഞാൻ അതിന്റെ ലീഗൽ ഒപ്പീനിയനാണ് പറഞ്ഞത്. അത് ആൾക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ലീഗൽ ഒപ്പീനിയൻ പറയാൻ പറ്റും. ഇപ്പൊ ജനങ്ങൾക്ക് ഇത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇതിന് കൊലക്കയറ് തന്നെ കൊടുക്കേണ്ട കേസാണ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് പറയേണ്ടതിനകത്ത് ഞാൻ പറയാറുണ്ടല്ലോ. ഇപ്പോൾ ആ കൊൽക്കത്തയിലെ ആ പെൺകുട്ടിക്ക് സംഭവിച്ചത്, ആ വനിതാ ഡോക്ടർക്ക്, അതിനകത്ത് യഥാർത്ഥത്തിൽ വധശിക്ഷ കൊടുക്കാവുന്ന ഒരു കേസ് തന്നെയാണ്, കൊടുക്കേണ്ട കേസുമാണ്, അത് കൊടുക്കേണ്ടതാണ്. അപ്പം എനിക്കതിനൊന്നും എതിർപ്പില്ല. ഇവിടെ ഇപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയായൊരു ഒപ്പീനിയൻ അല്ല. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിയമത്തിനെ പറ്റിയിട്ടല്ല സംസാരിക്കേണ്ടത്. അവള് ചെയ്ത ക്രൈം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നിയമത്തിന്റെ കാര്യങ്ങൾ പറയാം. വധശിക്ഷ എന്തായാലും നിലനിൽക്കാൻ പോകുന്നില്ല, ഇത് ഹൈക്കോടതിയിൽ പോയത് ക്യാൻസലായി പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ നിങ്ങൾ അങ്ങനെ പോലും പറയാതെ നേരെ ഷാരോണിന്റെ മണ്ടയിലോട്ടായിരുന്നു കയറിയത്. ഷാരോൺ ഈ ഒരു മരണം എരന്ന് വാങ്ങി എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ആ ഒരു സംസാരം. അത് ആർക്കും ബേസിക്കലി അത് കണ്ട ഒരു മനുഷ്യർക്കും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. ആ ഒരു ചാനൽ ചർച്ചയ്ക്കകത്ത് വന്നിരുന്ന് എന്തു പറയുക, ഭയങ്കര രീതിയിൽ ഗ്ലോറിഫൈ ചെയ്തായിരുന്നു സംസാരിച്ചത്. ഇപ്പൊ എന്തായാലും അതിന്റെ പേരിൽ ഇപ്പൊ പ്രതിഷേധമൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഈ വധശിക്ഷ വിധിച്ച ജഡ്ജിക്ക് കട്ടൗട്ടൊക്കെ ഇറക്കിയിട്ട് കട്ടൗട്ടിന്റെ മണ്ടയിൽ പാലഭിഷേകമായിട്ട് രാഹുൽ ഈശ്വറും മെൻസ് അസോസിയേഷനിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അവിടെ ചെല്ലുന്നുണ്ട്. അതായത് ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനൊരു സംഭവം നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ പോലീസുകാർ വന്ന് കട്ടൗട്ട് ഉൾപ്പെടെ എല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഈ കെമാൽ പാഷയുടെ വിഷയമാണ് എല്ലാവരും എടുത്ത് പറയണത്. കാര്യം രാഹുൽ ഈശ്വർ തന്നെ മെയിൻ മീഡിയ സ്ട്രീമിൽ പറയണത് ഇവിടെ ഇത്രയും ഒരു സംഭവം നടന്നു. കാര്യം ഒരു പ്രതിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് പോലും ആ പ്രതിയെ ഗ്ലോറിഫൈ ചെയ്തുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പകരം ഒരു സാധാരണക്കാരനായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുമോ, അവനെ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യത്തില്ലേ എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത്. അല്ലെ, ബാക്കിയുടെ കാണാം. അപ്പൊ എനിക്ക് ഇതിപ്പോ എല്ലാവരും ഇഷ്ടപ്പെടണം, എല്ലാവർക്കും ഗ്രീഷ്മയെ കടിച്ചു കയറണം, അത് ചെയ്തോളൂ, എനിക്കൊരു വിരോധവും ഇല്ല. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഇരുന്നോട്ടെ. അതിന്റെ ഒപ്പീനിയൻ അതായത് ചോദിക്കുമ്പോൾ ഒരു മുൻ ന്യായാധിപൻ എന്നുള്ള നിലയ്ക്കും നിയമം അറിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്കും എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ എനിക്ക് പറയാൻ ഒക്കത്തില്ല. ആ വധശിക്ഷയെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അല്ലാതെ എനിക്ക് ഇതിനകത്ത് ഈ ഷാരോണിന്റെ അടുത്ത് ഒരു വിരോധവും എനിക്കില്ല, ഗ്രീഷ്മയുടെ അടുത്ത് യാതൊരു താല്പര്യമില്ല. ഞാൻ കുട്ടിയെ കണ്ടിട്ടില്ല, ഇനി അതിനെ കാണാനും ഒക്കൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്തായാലും അതൊരു 20 വർഷമെങ്കിലും കഴിയാതെ അത് അഥവാ അതിന് ജീവപര്യന്തം ആക്കി കിട്ടിയാൽ പോലും വെളിയിലിറങ്ങത്തില്ല കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെ പോയാലും ഒരു 20 വർഷം കഴിയാതെ ഈ പറയുന്ന ഗ്രീഷ്മ വെളിയിലിറങ്ങില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഇതായിരുന്നു ഈ പുള്ളിയുടെ ഭാഗത്തുള്ള എക്സ്പ്ലനേഷൻ. എന്തായാലും സംസാരിച്ച ആ ഒരു ടോണ് അതൊരിക്കലും ശരിയായില്ലായിരുന്നു. പ്രത്യേകിച്ച് ഒരു റിട്ടയർഡ് ജസ്റ്റിസിന്റെ വായിൽ നിന്ന് വരേണ്ട വാക്കുകൾ ആയിട്ട് എനിക്കത് ബേസിക്കലി എനിക്ക് തോന്നിയില്ല, ആർക്കും തോന്നിയിട്ടില്ല. അതാണ് ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രാഹുൽ ഈശ്വറിന്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതായത് ഈ വധശിക്ഷ വിധിച്ച ജഡ്ജിക്ക് പാലഭിഷേകവും കാര്യങ്ങളും ഇടയ്ക്ക് നിന്ന സമയത്ത് പോലീസുകാർ വന്ന് ആ ജഡ്ജിയുടെ കട്ടൗട്ടും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയതിനെ പറ്റിയിട്ടും കെമാൽ പാഷ പറഞ്ഞതിനെ പറ്റിയിട്ടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കണ്ടുനോക്കാം. എന്തിനാണ് യഥാർത്ഥത്തിൽ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോയത് എന്ന് പറഞ്ഞു മരിച്ചൊരാളെ അപമാനിക്കുകയാണ്, മരിച്ചൊരാളെ അവഹേളിക്കുകയാണ്. മരിച്ചൊരാളെ അവഹേളിക്കുന്ന ഈ അവസരം ജസ്റ്റിസ് കമാൽ പോഷ സാറിനെ പോലെ വലിയൊരു മനുഷ്യൻ ചെയ്തിട്ട് എത്ര പേര് പ്രതിഷേധിച്ചു. ഈ രണ്ട് മീഡിയക്കാരോടെല്ലാം ഒരൊറ്റ ചോദ്യം, ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോകുന്നില്ല. ഈ കേസിലെങ്കിലും ഗ്രീഷ്മ വേട്ടക്കാരിയും ഷാരോൺ ഇരയുമാണെന്ന് സമ്മതിക്കൂ? അതൊരു കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. കാര്യം ആണുങ്ങൾക്ക് വേണ്ടി പൊതുവെ സംസാരിക്കാനായിട്ട് പ്രത്യേകിച്ച് ആരുമില്ല. അതായത് ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ പോലും ആരും അതങ്ങോട്ട് സപ്പോർട്ട് ചെയ്തില്ല, പ്രത്യേകിച്ച് നമ്മുടെ മെയിൻ സ്ട്രീം ചാനൽസിൽ ആരും. ഇപ്പൊ പൊതുവെ ഇപ്പൊ ഈ സ്ത്രീകളുടെ വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് വേട്ടക്കാരനും ഇരയും എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പം എവളെ വേട്ടക്കാരിയായിട്ട് വിളിക്കുന്നതായിട്ട് ആരെയും ഞാൻ കണ്ടില്ല. ശരിക്കും പറഞ്ഞാൽ മെയിൻ സ്ട്രീം ചാനലിൽ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പല കേസസും ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. കുറേ പീഡന പരാതികൾ, അതായത് വളരെ ഫേക്ക് ആയിട്ടുള്ള
പരാതികൾ വന്നിട്ട് പോലും അവിടെ നിങ്ങൾ ഈ പീഡന പരാതിയായിട്ട് വരുന്നവരെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തിട്ടായിരുന്നു സംസാരിക്കുന്നത്. അതായത് കള്ള കേസാന്ന് അറിഞ്ഞിട്ട് പോലും. അപ്പൊ രാഹുൽ ഈശ്വർ ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനകത്തോട്ട് 100% ഞാൻ യോജിക്കുന്നത്. ടിവിയിലെ പലരും സംസാരിക്കുന്നത് കേട്ടാൽ ഷാരൻ യഥാർത്ഥത്തിൽ വേട്ടക്കാരനും ഗ്രീഷ്മ ഇരയുമാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഗ്രീഷ്മ ഗത്യന്തരമില്ലാതെ ചെയ്തതാണ്, ഗ്രീഷ്മയ്ക്ക് പറ്റിപ്പോയി, ഗ്രീഷ്മയ്ക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു, കോർണർ ചെയ്തു. നിങ്ങളിൽ എല്ലാരും കേട്ടൊരു വാക്കുണ്ടാവും കമാൽ പാഷ സാറിന്റെ, അന്തസ്സായി കഷായം കൊടുത്തു. രാഹുൽ ഈശ്വർ പറയണല്ല, നിങ്ങളെല്ലാം ടി വി ചാനൽ കേട്ട് കാണും. അങ്ങനെ ഒരു ചലഞ്ചിന്റെ ഭാഗമായി അന്തസ്സായിട്ട് അങ്ങ് ഇത് എടുത്തു കൊടുത്തു. ഇത് രാഹുൽ ഈശ്വർ ഷാരോണെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ, ഇവിടെ നിൽക്കുന്ന AKMക്കാര് ഷാരോൺ ആണ് ഗ്രീഷ്മയെ കൊന്നിരുന്നെങ്കിൽ ഷാരോണിനെ ന്യായീകരിച്ച് പറഞ്ഞാൽ നമ്മളെ അറസ്റ്റ് ചെയ്യൂലേ? അപ്പൊ യഥാർത്ഥത്തിൽ എന്നിട്ട് ഇവിടെ ഒരു പ്രതിഷേധം നടത്താൻ സമ്മതിക്കുന്നില്ല. എന്ത് ന്യായമാണുള്ളത്? വളരെ കറക്റ്റല്ലേ പറഞ്ഞത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, സാധാരണപ്പെട്ട ഒരാൾ ഈ ഒരു സാധനം പറഞ്ഞായിരുന്നുവെങ്കിൽ ആരെങ്കിലും വെറുതെ ഇരിക്കുമോ? ആരും വെറുതെ ഇരിക്കത്തില്ല. ഇവിടെ ഒരു റിട്ടയർഡ് ജസ്റ്റിസ് വന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ആർക്കും യാതൊരു പ്രശ്നവുമില്ല. മീഡിയക്കാരൊന്നും വലുതായിട്ട് ശബ്ദിക്കുന്നില്ല. അത് നിങ്ങൾ ആലോചിച്ചോണം. അതായത് ഇവിടെ ബാക്കി എല്ലാ കാര്യത്തിനും അവർക്ക് അഭിപ്രായങ്ങളും അവർക്ക് വായുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അവർക്കൊന്നും പറയണ്ട. പലപ്പോഴും സ്ത്രീകൾ അവരെ ഇങ്ങനെ വേട്ടയാടുമ്പോ, അല്ലെങ്കിൽ സ്ത്രീകളെ വേട്ടയാടുന്ന കേസിൽ സ്ത്രീകളെ ഒരു കാരണവശാലും മോശം പറയരുത്, സ്ത്രീകൾക്കെതിരെ വാക്കുപോലും പറയരുതെന്നൊക്കെ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ പറയുന്നുണ്ട്. നേരെ മറിച്ച് ഷാരനെ കൊന്നതിന് ശേഷം 11 ദിവസം വെള്ളം കുടിക്കാതെ ഷാരനെ കൊന്നതിന് ശേഷം ഷാരനെ ഓർമ്മിക്കാനായി ഇവിടെ കൂടിയപ്പോ, ഷാരനെ സ്മരിക്കാനായി ഇവിടെ കൂടുന്നത് തടയുന്നത് പുരുഷവിരോധമല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നാളെ നമ്മൾ ആണുങ്ങൾ അങ്ങനെ ആരെങ്കിലും വിഷം കൊടുത്തു മരിച്ചാൽ ആ വ്യക്തിക്ക് അനുകൂലമായ ഒരു സ്മരണയോ ഒരു പരിപാടിയോ സംഘടിപ്പിക്കാൻ സമ്മതിക്കില്ല. ഞാൻ മനസ്സിലാക്കുന്ന പോലീസുകാർ കട്ടൗട്ട് എടുത്തുകൊണ്ട് പോയി ഒരു ജഡ്ജിയുടെയാണ്. ഒരു ജഡ്ജിയുടെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്താൻ വന്നപ്പോ ഒരു ജഡ്ജിയുടെ പാലും കൊണ്ടുപോയി, പോലീസുകാർ പാലും കൊണ്ടുപോയി, കട്ടൗട്ടും കൊണ്ടുപോയി. ഈ നാട്ടിലെ പുരുഷവിരോധം തെളിയിക്കാൻ ഇതിനപ്പുറം ഒരു കാര്യം ആവശ്യമുണ്ടോ? ഇതുപോലെ ആണുങ്ങൾക്ക് സംസാരിക്കാൻ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ല വേറെ ആരുമില്ല. ഇവിടെ പെണ്ണുങ്ങൾക്ക് എന്ത് വന്ന് സംസാരിച്ച് കഴിഞ്ഞാലും ഒരുപാട് ആൾക്കാർ സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം അങ്ങ് തീർന്നു കിട്ടി. പെണ്ണുങ്ങൾക്ക് വേറെ നിയമം, ആണുങ്ങൾക്ക് വേറെ നിയമം എന്നല്ലേ പറയുന്നത്. ഈ ഒരു വധശിക്ഷ വന്നതിന് ശേഷം ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമായി. കാര്യം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, എത്ര ബ്രൂട്ടലി ആണെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ശിക്ഷകൾ വിധിച്ചിരിക്കും. അത് വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അത് ആണുങ്ങളെ സംബന്ധിച്ച് ഞാൻ അതിനകത്ത് അഭിമാനിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം പെണ്ണെന്ന് പറയുന്ന ഒരു പരിഗണന കോടതി കൊടുത്തില്ല. അവിടെയാണ് ഇതിനകത്തെ ഏറ്റവും വലിയൊരു കാര്യം. ശരിക്കും ഈ ഒരു വിധിയുടെ സന്തോഷം കൊണ്ടാണ് ഇവർ ഈ പറയുന്ന കട്ടൗട്ടും ഈ പാലാഭിഷേകവും ഒക്കെ നടത്താനായിട്ട് പോയത്. പക്ഷെ അതിന് പോലും അവർക്ക് അവകാശമില്ല എന്നുള്ള രീതിയിലാണ് രാഹുൽ ഈശ്വർ പറയണത്. എന്തായാലും പോലീസുകാർ കട്ടൗട്ടും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി. ഇപ്പം നിലവിൽ അവരുടെ പ്രതിഷേധമൊക്കെ അവസാനിപ്പിച്ച് പോയെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.